السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മമെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വർഷം പരിശുദ്ധമായ ഹജ്ജ് ഉംറയും നിർവഹിച്ച എല്ലാവരുടെയും അമലുകൾക്ക് ഖബൂലിയത്ത് നൽകുകയും അതിൻ്റെ ഫദ്ലിനെ അല്ലാഹു നമുക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാം. മുഅ്മിനീങ്ങളെ, സ്വാഭാവികമായും മക്ക, മദീന തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി വന്നവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പരിശുദ്ധമായ ഹറം ഷരീഫിലെ മക്കയിലെയും മദീനയിലെയും ചില പ്രവർത്തനങ്ങളെ കേരളത്തിലെ സുന്നികൾ പറയുന്നതിനെതിരായി പലപ്പോഴും തോന്നാറുണ്ട്. അവിടെ കേരളത്തിലേതുപോലെയുള്ള സിയാറത്തോ ഖബറുകളുടെ മേൽഭാഗത്ത് കുബ്ബകളോ ഒന്നും കാണാനില്ല, സിയാറത്തിന് അനുമതി നൽകുന്നില്ല തുടങ്ങിയ സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനെ നിർബന്ധമാക്കണം. ഈ ജമാഅത്ത് എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമാണ്. ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിം ഭൂരിപക്ഷമാണ് എന്നറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. ജമാഅത്ത് എന്ന് പറയുന്നത് സ്വഹാബത്തിനെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് വഹാബികൾ വാദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അലൈക്കും ബി സ്വഹാബ എന്ന് പറയൽ ഇതിലേറെ എളുപ്പമായിരുന്നു. മാത്രമല്ല, ഇത് അലൈക്കും ബിൽ ജമാഅ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ അതേ അർത്ഥത്തിൽ വരുന്ന വേറെയും ധാരാളം ഹദീസുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി കാണാം: വമൻ യത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വൻസുബ്ഹി ജഹന്നമ വസഅത് മസീറ. വമൻ യത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്തതിനോട് ആരെങ്കിലും തുടർന്നാൽ നുവല്ലിഹി മാ തവല്ല വൻസുബ്ഹി ജഹന്നം, അവൻ പോകുന്നിടത്തേക്ക് നാം അവനെ തിരിക്കുന്നതും അവസാനം നരകത്തിന്റെ കുണ്ടിൽ അധപ്പതിക്കുന്നതും ആണെന്ന്, നരകത്തിന്റെ കുഴിയിലേക്ക് അവനെ നാം ചാടിക്കുന്നതുമാണെന്ന്. മുസ്ലിങ്ങളുടെ വഴിയെ തൊട്ട് തെറ്റിക്കളയുക എന്നത് മുഅ്മിനീങ്ങളുടെ വഴിയെ തൊട്ട് തെറ്റിക്കളയുക എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ നീക്കുപോക്കുകളെയും അവരുടെ കർമ്മങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കയെയും മദീനയുമാണോ നമ്മൾ മാതൃകയാക്കേണ്ടത്, അതോ മുസ്ലിം ഭൂരിപക്ഷത്തെയാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷത്തെയാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് എന്ന് വരും. ലോകത്ത് UN-യുടെ 2012 കണക്കനുസരിച്ച് 6.99 ബില്യൺ ജനങ്ങളാണുള്ളത്. അതിൽ 1.75 മുസ്ലിങ്ങളാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ 15% ഷിയാക്കളാണ്, 5% സലഫികളാണ്, 80% സുന്നികളാണ്. ലോക മുസ്ലിം ജനസംഖ്യയുടെ 80% സുന്നികളാണ് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. മക്കയിലും മദീനയിലും നമ്മൾ കാണുന്ന സലഫി വിശ്വാസവും സലഫി ആദർശവും ലോക മുസ്ലിങ്ങളുടെ കേവലം 4 മുതൽ 5 വരെയുള്ള ശതമാനം മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുണ്യനബിയുടെ മക്കയിലില്ല, പുണ്യനബിയുടെ മദീനയിലില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി തങ്ങളുടെ നാടായ സൗദി അറേബ്യയിലില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് 100 വയസ്സ് പോലും ആയിട്ടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട് എന്ന് പറയുന്നത് പഴയ യസ്രിബാണ്. ആ യസ്രിബിൽ ഇന്നും ഭൂരിപക്ഷമുള്ളത് സുന്നികളാണ്. സലഫികൾ അവിടെ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് യസ്രിബിലുള്ളത്.
എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ ഒരു ഭരണമാറ്റം നടന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഭരണമാറ്റം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഏകദേശം 100 കൊല്ലത്തോളമായി ഉണ്ടായ വലിയൊരു മാറ്റാണ്. പരിശുദ്ധമായ ഇസ്ലാം വന്നിട്ട് 100 കൊല്ലമൊന്നല്ല ആയിട്ടുള്ളത്, 1400-ലധികം കൊല്ലങ്ങളായി. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യ എന്ന ഒരാളാണ് മുസ്ലിങ്ങൾ അനുധാവനം ചെയ്തു പോന്നിരുന്ന വിശ്വാസങ്ങൾക്കും സംഹിതകൾക്കും പ്രവർത്തന രീതികൾക്കുമെതിരെ ആദ്യമായി ശബ്ദിച്ച ഒരാൾ. ഇബ്നു തൈമിയ്യയുടെ പല വാദങ്ങളും സ്വാധീനിച്ച നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരാൾ AD 1737 അദ്ദേഹം നജ്ദിനടുത്തുള്ള ഉയൈന എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടുരാജാവായിരുന്ന ഉസ്മാൻ ബിൻ മുഅമ്മറിന്റെ അമ്മായിയെ വിവാഹം കഴിക്കുന്നതിലൂടെയാണ് സൗദി അറേബ്യയിൽ ഈ മാറ്റം വരുന്നത്. AD 1737, ക്രിസ്തുവർഷം 1737. അദ്ദേഹത്തെയാണെങ്കിൽ ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങൾ സ്വാധീനിച്ചതായിരുന്നു. ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങൾ സ്വാധീനിച്ച അദ്ദേഹം സൗദി അറേബ്യയിൽ ഇബ്നു തൈമിയ്യയുടെ പുത്തൻ ചിന്തകൾ നടപ്പിൽ വരുത്തണമെങ്കിൽ ഭരണസ്വാധീനം വേണമെന്ന് എന്ന് വിചാരിക്കുകയും എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1737 നജ്ദ് എന്ന അദ്ദേഹത്തിന്റെ പ്രദേശത്തിനടുത്തുള്ള ഉയൈനയിലെ നാട്ടുരാജാവായിരുന്ന ഉസ്മാൻ ബിൻ മുഅമ്മറിന്റെ അമ്മായിയെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എന്നാൽ ഈ ഉസ്മാൻ ബിൻ ഉയൈനയുമായി അദ്ദേഹം ചേർന്ന് ധാരാളം പരിശുദ്ധമായ ഇസ്ലാം അന്നുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ധാരാളം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുജൻ സെയ്ദ് ബിൻ ഖത്താബിന്റെ ഖബർ തകർത്തുകൊണ്ടാണ് ആദ്യമായി രംഗപ്രവേശനം ചെയ്തത്. നജ്ദ് നാട്ടുകാരും ഉയൈന നാട്ടുകാരും വളരെ ശക്തമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശ്രമങ്ങളെ എതിർത്തപ്പോൾ അവസാനം ഉസ്മാൻ ബിൻ മുഅമ്മറിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. 30 കിലോമീറ്റർ അകലെയുള്ള ദർഇയ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് അദ്ദേഹം മാറിയത്. AD 1760 അദ്ദേഹം ദർഇയയിലെത്തുകയും ദർഇയയിൽ താമസിക്കുകയും ചെയ്തു. ദർഇയയിൽ അദ്ദേഹം താമസിച്ച് അദ്ദേഹം വീണ്ടും തന്റെ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. AD 1805 അദ്ദേഹം മക്കയെ ആക്രമിക്കുകയുണ്ടായി. മക്കയെ അദ്ദേഹം ആക്രമിക്കുകയും മക്കയിൽ ഉള്ള ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും തുടങ്ങിയ സഹാബത്തിൻ്റെതുൾപ്പെടെയുള്ള ഖബറുകൾ തകർക്കുകയും ചെയ്തു എന്ന് 1956 സെപ്റ്റംബറിൽ വഹാബി നേതാവായിരുന്ന EK മൗലവി എഡിറ്ററായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അൽ ഇത്തിഹാദിൽ എഴുതിയിട്ടുണ്ട്. 1956 ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന പേരായ ആലു ഷെയ്ഖ് എന്ന വിഭാഗം 1805 മക്കയെ ആക്രമിച്ചുകൊണ്ട് ധാരാളം ആളുകളെ കൊലപ്പെടുത്തി കീഴ്പ്പെടുത്തി അവിടെ ഒരു ഭരണം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഭരണം എന്ന് പറയുന്നത് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനും അന്നുവരെ തുടർന്നു വന്ന രീതികൾക്കും എതിരായി പോയി എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ഭൂരിപക്ഷത്തിനെതിരെയുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1805 മക്ക ആക്രമിച്ചുകൊണ്ട് മക്കത്തു ഷരീഫ് ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഭരണം 1760 ദർഇയയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തത്. ഭരണം പിടിച്ചെടുക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്നും ഭരണം കിട്ടിയാൽ അബൂ സഊദുമായാണ് ഈ കരാറുണ്ടായത്. ദർഇയയിലെ അക്കാലത്തെ ഭരണാധികാരിയായിരുന്നു അബൂ സഊദ് എന്ന സൗദി രാജാവായ അസീസ് രാജാവിന്റെ പിതാവ്. ഈ അബൂ സഊദുമായി ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഭരണം ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഖാദിമാരും ഹാക്കിമുമാരും മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും എന്റെ ആളുകളായിരിക്കണമെന്നും ഭരണകാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് ധാരാളം മുസ്ലിങ്ങളെ കൊല ചെയ്തുകൊണ്ടാണ് ആ നാട്ടിലുള്ള ഭരണം പിടിച്ചെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിനുശേഷമാണ് സൗദി അറേബ്യയിൽ ഈ കണ്ട മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സൗദിയുടെ ഭരണമാണ് മാറിയിട്ടുള്ളത്,
സൗദിയിലെ ജനങ്ങൾ മാറിയിട്ടില്ല. സൗദിയിലില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സൗദിയുടെ ആകെയുള്ള ആയുസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന യസ്രിബിലേക്ക് നമ്മൾ നോക്കിയാൽ ഭൂരിപക്ഷം ഇന്നും സുന്നികളാണ് എന്ന് മനസ്സിലാക്കും. ഈ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ വേഗത്തിൽ ബോധ്യപ്പെടും. ലോകത്ത് 57 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ഈ 57 മുസ്ലിം രാഷ്ട്രങ്ങളുള്ളതിൽ 2 രാജ്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12 ഔദ്യോഗിക ആഘോഷമാക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് സൗദി അറേബ്യയും മറ്റൊന്ന് ഖത്തറുമാണ്. മറ്റു ലോകത്തുള്ള 57 മുസ്ലിം രാഷ്ട്രങ്ങളിലെ 55 രാജ്യങ്ങളും നബിയുടെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12 ഔദ്യോഗിക ആഘോഷമാക്കി ഔദ്യോഗിക പരിപാടികൾ നടത്തി അവർ നബിതങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അലൈക്കും ബിൽ ജമാഅ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണോ അതോ മക്കക്കാർ ചെയ്യുന്നതിനെ ചെയ്യണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. മക്കയുടെ പഴയ ചരിത്രം അറിയണം എങ്കിൽ ധാരാളം വഴികളുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിന്റെ മേൽഭാഗത്ത് തൂണിനോട് ചാരിയിട്ട് നഫ്സുൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു എന്ന തവസ്സുൽ ബൈത്ത് ഇപ്പോഴും കാണാം. ആർക്കും പരിശോധിക്കാം. ബഹുമാനപ്പെട്ട മദീനയിലെ ഖബർ ഷരീഫിലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ പിൻവശത്ത് ചെന്ന് നോക്കിയാൽ മഹാനവറുകളുടെ ഖബറിന്റെ പടവ്, അതിന്റെ കെട്ട് ഇപ്പോഴും കാണാവുന്നതാണ് എന്നൊരു വസ്തുതയാണ്. ഗൂഗിളിൽ മദീനയുടെ പഴയ ഫോട്ടോ സെർച്ച് ചെയ്താൽ, പഴയ ഇമേജ് സെർച്ച് ചെയ്താൽ മദീനയുടെയും മക്കയുടെയും പഴയ ഫോട്ടോ ലഭിക്കും. 100 കൊല്ലം മുമ്പുള്ള ഫോട്ടോ പരിശോധിച്ചാൽ സഹാബാക്കളുടെ ഖബറിന് മുകളിലെല്ലാം കുബ്ബയുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതൊന്നും വേണ്ട. മക്കയിലും മദീനയിലും ഇപ്പോഴും പ്രസിദ്ധീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന താരീഖ് മക്ക എന്ന പുസ്തകം വാങ്ങിയിട്ട് മറിച്ചു നോക്കിയാൽ അതിൽ മക്കയുടെ പഴയകാല ചിത്രമുണ്ട്. സഹാബാക്കളുടെ ഖബറിന്റെ മേൽ കുബ്ബ കാണാം, അത് അടയാളപ്പെടുത്തിയത് കാണാം. പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നത് വളരെ പ്രധാനമാണ്. മക്കയിലില്ല, മദീനയിലില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം, മക്കയിലുള്ളതും മദീനയിലുള്ളതും സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അവിടെ നമുക്ക് ചോദിക്കാനുള്ളത്. മക്കയിലും മദീനയിലും തറാവിഹ് 20 മക്കയിലും മദീനയിലും ഖുത്ബ അറബിയിലാണ്. മക്കയിലും മദീനയിലും അവിടുത്തെ ഇമാമുമാർ നിസ്കരിക്കുമ്പോൾ തലമറക്കുന്നു. അവർ കൈകെട്ടുന്നത് സുന്നികൾ മദ്ഹബുകാർ ചെയ്യുന്ന അതേപോലെ കൈകെട്ടി നിസ്കരിക്കുന്നു. അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കാര്യം അംഗീകരിക്കേണ്ടതല്ലേ? മക്കയിലും മദീനയിലുള്ളത് അംഗീകരിക്കാൻ തയ്യാറാവുക എന്നതൊന്നല്ല ഇവിടെ ഉള്ളത്. പരമാവധി സുന്നികളെ എതിർക്കാനുള്ള എല്ലാ ചാൻസും ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി 100 കൊല്ലം ആയിട്ടുള്ളെങ്കിലും വേണ്ടിയില്ല, യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയതായാലും വേണ്ടില്ല, മക്കയിലും മദീനയിലും ഇല്ല എന്ന ന്യായം പറഞ്ഞ് ലോക മുസ്ലിം ജനസംഖ്യയെ, ലോക മുസ്ലിങ്ങളുടെ 80% വരുന്ന സുന്നികളെ ആക്ഷേപിക്കാനും മുസ്ലിം ഭൂരിപക്ഷത്തിനെതിരെ മുസ്ലിങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ട് അവരെ വഴിതെറ്റിക്കാനുമുള്ള ആസൂത്രിത ശ്രമം എന്നതല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല.